സൗദി അറേബ്യക്ക് അമേരിക്ക നൽകിയ യുദ്ധവിമാനം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങളിൽ ആശങ്ക ഉണ്ടായിരിക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടാണ് ചില അറേബ്യൻ മാധ്യമങ്ങൾ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സങ്കീർണമായി നിൽക്കുന്ന സമയത്ത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഈ വിഷയത്തിൽ അറബ് രാജ്യങ്ങളുടെ നയനിലപാടിന് വിരുദ്ധമായിരിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന രാജ്യമാണ്. അങ്ങനെ ഇരിക്കെ സൗദി അറേബ്യക്ക് യുദ്ധവിമാനങ്ങൾ, അതും ശക്തമായിരിക്കുന്ന യുദ്ധവിമാനങ്ങളാണ് ഇപ്പം നൽകിയിരിക്കുന്നത്. 5ാം തലമുറയിൽപ്പെട്ട 5 യുദ്ധവിമാനങ്ങൾ നൽകി എന്ന് 48 യുദ്ധവിമാനങ്ങൾ നൽകി എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് അമേരിക്കയുടെ രാഷ്ട്രീയമായിരിക്കുന്ന ലക്ഷ്യം, ഉദ്ദേശം എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇറാൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് ഇടപെടൽ നടത്തിയിരിക്കുന്ന രാജ്യം ഇറാനാണ്. ഇറാൻ്റെ ഈ ഇടപെടൽ അമേരിക്കക്ക് വലിയ രീതിയിലുള്ള ക്ഷീണവും വലിയ മുറിപ്പാടും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മുൻപ് കാലത്ത്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, ഇറാനും സൗദി അറേബ്യയും തമ്മിൽ വലിയ യുദ്ധ സാഹചര്യങ്ങൾ തന്നെ നിലനിന്നിരുന്നു. ഹൂത്തി വിമതർ 10-15 വർഷത്തോളം സൗദി അറേബ്യയുമായി യുദ്ധത്തിലുമായിരുന്നു. ഇങ്ങനത്തെ ഒരു സങ്കീർണമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇറാനും അറബ് രാജ്യങ്ങൾ നിലനിന്നിരുന്നത് ഈ കഴിഞ്ഞ വർഷമാണ് ചൈന ഇടപെട്ട് പരിഹാരമുണ്ടാക്കിയത്. ഇതോടെ അത് അമേരിക്കക്ക് വലിയ രീതിയിലുള്ള ക്ഷീണവും വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കി. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു മതരാഷ്ട്രം എന്ന നിലക്കും അമേരിക്കയുമായിട്ടുള്ള ശത്രുത എല്ലാ കാലത്തും കൃത്യമായി തുറന്നു പറയുന്ന രാജ്യം എന്ന നിലക്കും അവർക്ക് വലിയ പ്രയാസം ഇറാൻ്റെ സൈനിക ശക്തി ഉയരുന്നതിൽ ഉണ്ടാവുന്നുണ്ട്. അറബ് രാജ്യങ്ങളുമായിട്ട് ഇറാൻ സഹകരിക്കുന്നതിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന രാജ്യവും കൂടിയാണ് അമേരിക്ക. കാര്യം മിഡിൽ ഈസ്റ്റിലെ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും അമേരിക്കയിൽ നിന്ന് കൈമോശം വന്നു പോകുമോ എന്നൊരു ഭയപ്പാട് യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട്. ആയതിനാൽ തന്നെ ഇറാനുമായിട്ട് കൊമ്പ് കോർക്കാനും ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലം ക്ഷയിപ്പിക്കാനും സാമ്പത്തിക ഉപരോധമടക്കമുള്ള വലിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ ക്ഷീണിപ്പിക്കാനും എല്ലാ കാലങ്ങളിലും അമേരിക്ക ശ്രമിക്കാറുണ്ട്. അതിന് UN സഭയെ അമേരിക്ക ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഇറാന് സാധിച്ചു എന്നുള്ളത് ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കിയ കാര്യമാണ്. കഴിഞ്ഞ ദിവസം സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ തെളിവ് സഹിതം പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 10,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈൽ ഇറാൻ നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആണവായുധ ഫോർമുലകൾ സ്ഥാപിക്കാൻ മാത്രം ശക്തിയുള്ളതാണ് ഈ മിസൈൽ എന്നുള്ളത് അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ 10,000 കിലോമീറ്റർ ദൂരെ, 10,000-10,500 കിലോമീറ്ററാണ് ഇറാനിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ദൂരം കണക്കാക്കുന്നത്. 10,000 കിലോമീറ്റർ ദൂരത്തിലുള്ള മിസൈൽ നിർമ്മിച്ച ഒരു രാജ്യത്തിന് 14-15 കിലോമീറ്റർ, 14,000 അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ ഉണ്ടാക്കുക വളരെ എളുപ്പമാണ്. ഇതിൻ്റെ സാങ്കേതിക വിദ്യ കൊറിയയിൽ നിന്നാണ് ലഭിച്ചത് എന്ന അഭിപ്രായം ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ്. അപ്പോൾ നിർമ്മിതികൾ പൂർത്തിയാവുകയും അത് അമേരിക്കയെ ലക്ഷ്യം കണ്ടുകൊണ്ടാണ് എന്നുള്ള അഭിപ്രായം ഉയർന്നു വന്നതോടുകൂടി ഇവരെ ഈ മേഖലയിൽ, അതായത് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിയന്ത്രിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതിന് സൗദി അറേബ്യക്ക് ശക്തമായിരിക്കുന്ന സൈനിക ബലവും ശക്തിയും നൽകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇറാൻ ലക്ഷ്യം വെച്ചിട്ടാണോ എന്നുള്ള കാര്യമാണ് സംശയിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്തുള്ള പ്രശ്നം ഫലസ്തീൻ വിഷയം എവിടെയും എത്താതെയും പരിഹരിക്കാൻ പറ്റാതെയും ആവുന്ന ഒരു സ്ഥിതി വിശേഷം വരും. ഇറാനുമായിട്ട് ഏതെങ്കിലും തരത്തിൽ കൊമ്പ് ഓർക്കുന്ന ഒരു സാഹചര്യം അറബ് രാജ്യങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പിന്നീട് ചർച്ചയിൽ പോലും വരാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതിൻ്റെ ഒരു ആശങ്ക അറബ് മാധ്യമങ്ങളിലൊക്കെ കാണാൻ പറ്റും. നിലവിൽ സാഹചര്യത്തിൽ സമാധാന സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കപ്പെടേണ്ടത്. അതിന് പകരം യുദ്ധ സാഹചര്യങ്ങൾ അമേരിക്ക സൃഷ്ടിച്ചത് അവരുടെ തന്ത്രപരമായിരിക്കുന്ന നീക്കമാണ്. അത് ഏതാണ് ലക്ഷ്യം വെച്ചത് എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്, അല്ലെ മനസ്സിലാക്കേണ്ടതാണ് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അറേബ്യൻ രാജ്യങ്ങളെ സൈനികപരമായ രീതിയിൽ ശക്തി ഉണ്ടാക്കുക എന്നുള്ളത് ഒരു കുറുക്കൻ്റെ തന്ത്രം പ്രയോഗിക്കുന്ന തരത്തിലാണ് എന്നുകൂടി
ഇതിൻ്റെ കൂടെ അനുമാനിക്കപ്പെടുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രധാനമായിരിക്കുന്ന ലക്ഷ്യം പലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്നും ആ കാര്യത്തിൽ സൗദി അറേബ്യ യാതൊരു വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനിടയിലാണ് സൗദി അറേബ്യയുടെ ഭരണാധികാരി അമേരിക്ക സന്ദർശിക്കുന്നു, വലിയ രീതിയിലുള്ള സ്വീകരണ കാര്യങ്ങൾ നൽകുന്നു, അവിടെ വെച്ച് ചില കരാറുകൾ ഒപ്പിടുന്നു, ആയുധ കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊരു തീരുമാനം ഉണ്ടാക്കുന്നു. ഇതെല്ലാം മേഖലയിൽ അസ്വാരസ്യമുണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ളതാണ് ഈ അറബ് മാധ്യമങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നൊരു പേടിയും എന്നൊരു സംശയവും അറബ് ലോകങ്ങൾക്കുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അമേരിക്ക സൗദി അറേബ്യക്ക് ഇത്തരം ആയുധ സംഭവങ്ങൾ നൽകിയതോടുകൂടി ഇറാനും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ എന്ത് തരം നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ പ്രധാനമായി ചർച്ചയിൽ വന്നിരിക്കുകയാണ്. കാര്യം ലക്ഷ്യം തുർക്കിയാണോ ലക്ഷ്യം ഇറാനാണോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഒരുപക്ഷെ ഇറാനാണ് ലക്ഷ്യമെങ്കിൽ അത് ഭാവിയിൽ ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ വളരെ വളരെ വലുതായിരിക്കും എന്ന അഭിപ്രായമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എത്രത്തോളം കണിശമായിരിക്കുന്ന നിലപാട് അമേരിക്ക എടുക്കുമോ അത്രത്തോളം അത് അറബ് രാജ്യങ്ങളെ തന്നെ സാരമായിട്ട് ബാധിക്കും എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇപ്പോൾ അമേരിക്ക ഉപയോഗിച്ചിരിക്കുന്ന തന്ത്രം എന്ന് പറയുന്നത് അമേരിക്കയുടെ നയങ്ങളോടും നിലപാടുകളോടും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് അറബ് രാജ്യങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവർക്കിടയിൽ സാമ്പത്തിക ഉപരോധമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയമോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ കൊണ്ടുവരിക, വിമതപക്ഷത്തെ കൊണ്ടുവരിക എന്നുള്ള പ്രവൃത്തികളൊക്കെ സാധാരണഗതിയിൽ അമേരിക്ക ചെയ്യാറുള്ളതാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നൊരു പേടിയും യഥാർത്ഥത്തിലുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അമേരിക്ക ഇതിൽ വല്ലാത്ത രീതിയിൽ ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ള പരാതിയാണ് മൊത്തത്തിൽ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പരിഹാര കാര്യങ്ങൾ, അതായത് അറേബ്യൻ രാജ്യങ്ങളുടെ ദേശീയപരമായിരിക്കുന്ന വിഷയത്തിലും ആഭ്യന്തരപരമായ വിഷയത്തിലെല്ലാം വല്ലാത്ത രീതിയിൽ ഇടപെടൽ അമേരിക്ക നടത്തുന്ന സമയത്ത് ഇത് ലക്ഷ്യം വെക്കുന്നത് ഇറാൻ പോലെയുള്ള സൈനികമായിരിക്കുന്ന ബലമുള്ള രാജ്യത്തെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ തുർക്കി അടക്കം ഈ കാര്യത്തെ നിരീക്ഷിച്ചു വരികയാണ്. സൗദി അറേബ്യക്ക് നൽകിയിരിക്കുന്ന ആയുധപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് 48 5th ജനറേഷൻ ഈ യുദ്ധവിമാനം നൽകി എന്ന് പറയുന്ന സമയത്ത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഈ തരത്തിലുള്ള യുദ്ധവിമാനമുള്ള F-35 ഉള്ള രാജ്യമായി സൗദി അറേബ്യ മാറുകയും ചെയ്തു. അതായത് ഇസ്രായേലിനേക്കാൾ കൂടുതൽ എന്നുള്ളതാണ്. ഇസ്രായേൽ വലിയ എതിർപ്പൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയമായിരിക്കുന്ന കൃത്യമായിരിക്കുന്ന ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് മറ്റുള്ള ലോകരാജ്യങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ അമേരിക്ക ചെയ്യാറുള്ളത്. ഈ വിഷയത്തിലും അങ്ങനെയാണ് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.